മലയാളിയുടെ പാട്ടുപെട്ടി റേഡിയോ മല്ലു. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. Be perfect. Whatever you do, be it the smallest. To strive for excellence in all spheres of individual and collective activity. To strive towards എന്നാണ് ശരിക്കും പറഞ്ഞത്. Towards excellence in all spheres of individual and collective activity, so that the nation constantly rises to higher levels of endeavor and achievement. ഈ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ആദ്യത്തെ ചിന്തയാണ് ഞാൻ പങ്കുവച്ചത്. ചെറിയ കാര്യങ്ങൾ അതിൻ്റെ പരിപൂർണതയിൽ നിർവഹിക്കുമ്പോൾ മാത്രമേ നാം ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ, നമ്മളെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുകയുള്ളൂ. ദൈവം ഏൽപ്പിച്ച നമ്മുടെ മേലധികാരികൾ. മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ HR പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. You may fall in your big projects, but if you are perfect in your small endeavors, നിങ്ങൾ നടത്തുന്ന കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വീഴ്ച വരികയില്ല എന്ന് മാത്രമല്ല, എന്തെങ്കിലും പാളിച്ച വന്നാൽ തന്നെ അത് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യണം. അത് നിങ്ങളെ മനസ്സിലാക്കുന്നവർക്ക് നിങ്ങളെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാനും സഹായിക്കും. നേരെ മറിച്ച് ചെറിയ കാര്യങ്ങൾ വളരെ നെഗ്ലിജൻസോടുകൂടി കൈകാര്യം ചെയ്താലോ ഒരിക്കലും നമുക്ക് വലിയ കാര്യങ്ങളിൽ ആരും ഏൽപ്പിക്കില്ല. കാരണം നമ്മളെക്കുറിച്ച് പറയുമ്പോൾ ആൾ കൊള്ളാം ബട്ട് എന്ന് പറഞ്ഞ് അവിടെ നിർത്തും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അറിയാവുന്നവർക്കറിയാം ഒരു ശ്രദ്ധയും ഇല്ല എന്ന് മാത്രമല്ല, കൊച്ചു കാര്യങ്ങളിൽ അശ്രദ്ധയാണ് എന്നുള്ളൊരു വിലയിരുത്തൽ വരും. ഈ അശ്രദ്ധയാണ് നമ്മളെ അപകടത്തിലേക്ക് എപ്പോഴും നയിക്കുന്നത്. ഈ കേസ് വാദിക്കുന്ന വക്കീൽമാരോടും വിധി എഴുതുന്ന ന്യായാധിപന്മാരോടും ഞാൻ പറയാറുള്ളൊരു കാര്യമുണ്ട്. നിങ്ങളൊരു കേസ് വാദിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഇനി ഇതിനേക്കായി നന്നായിട്ട് എനിക്ക് വാദിക്കാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളൊരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനും വിധി എഴുതിയ ന്യായാധിപനോട് ആ വിധി ഒന്നും കൂടെ വായിച്ചു നോക്കിയിട്ട് ഇതിനേക്കായും നന്നായിട്ട് എനിക്കിതിനി എഴുതാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനും നിങ്ങൾക്കുണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം യു ഹാവ് ഡൺ യുവർ ബെസ്റ്റ് എന്നാണ്. അപ്പോൾ അൺലെസ് യു ഡു യുവർ ബെസ്റ്റ് ദർ ഇസ് നോ പോയിൻ്റ് ഇൻ ലീവിങ് ദ റെസ്റ്റ് ടു അതേഴ്സ്, ഈവൻ ടു ഗോഡ്. നമ്മൾ നമ്മുടെ പരമാവധി പരിശ്രമിക്കാതെ ഇനിയെല്ലാം ദൈവം നോക്കിക്കോളും എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഇനിയെല്ലാം എൻ്റെ അധികാരികൾ നോക്കിക്കോളും എന്ന് പറയുന്നതിലും അർത്ഥമില്ല. ഇനിയെല്ലാം എൻ്റെ വിധി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് ഒരു ഒളിച്ചോട്ടമാണ്. വിധിയെ പഴിക്കുന്നത് ഒളിച്ചോട്ടം തന്നെയാണ്. കാരണം വിധിയുടെ വിധാതാവ് നമ്മൾ തന്നെയാണ്. വിധികർത്താവല്ല, വിധാതാവ്. കാരണം വിധിയെ ഷെയ്പ്പ് ചെയ്യുന്ന, ഡെസ്റ്റിനിയെ ഷെയ്പ്പ് ചെയ്യുന്ന നമ്മളാണ്. എങ്ങനെ? ബൈ ഡൂയിങ് അവർ ബെസ്റ്റ്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ നിസ്സാരമായി കാണാതെ നിസ്സാര കാര്യങ്ങൾ പോലും അതിൻ്റെ പരിപൂർണതയിൽ നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളെ വലിയ കാര്യങ്ങൾ ദൈവവും ഏൽപ്പിക്കും, നമ്മുടെ മേലധികാരികളും ഏൽപ്പിക്കും. കാരണം ആ ചെറിയ കാര്യങ്ങളിലുള്ള വിശ്വസ്തതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും അതിൻ്റെ എക്സലൻസ് എന്ന് പറയുന്നത് ഈ ACR എഴുതുന്നവർക്ക്, കോൺഫറൻസ് റിപ്പോർട്ട് എഴുതുന്നവർക്കറിയാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഗ്രേഡ് കൊടുക്കുമ്പോഴറിയാം. എക്സലൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബെസ്റ്റ് എന്നാണ് അർത്ഥം. ഗുഡ്, വെരി ഗുഡ്, ഫെയർ, ഗുഡ്, വെരി ഗുഡ്, എക്സലൻറ്റ്. ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഒക്കെ വന്നു തുടങ്ങി. എന്തുവാട്ടെ, എക്സലൻറ്റിന് അപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ ഒന്നുമില്ല. അത് ശോഭിക്കുക എന്നുള്ളതാണ് പരമാവധി. അപ്പോൾ ചെയ്യുന്ന ഓരോ കൊച്ചു കാര്യവും അതിൻ്റെ ബെസ്റ്റ് പോസിബിൾ വേ നിർവഹിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും വലിയ പ്രീതി ഉണ്ടാവും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ മനസ്സിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ ജീവിതത്തിലുമൊക്കെ വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാവൂ. അങ്ങനെ ഇമ്പാക്റ്റ് സൃഷ്ടിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഈ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ സമൂഹത്തിൽ മാറ്റം വരികയുള്ളൂ. അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.
റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും iOS ഫോണുകളിലും ലഭ്യമാണ്. ഉടൻ ഡൗൺലോഡ് ചെയ്യൂ.